തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 5-ാം തന്ത്രത്തിലെ ആദ്യ ഭാഗമായ ശുദ്ധ ശൈവത്തിലേക്കാണ് നാം കിടക്കുന്നത്. വ്യാഖ്യാതാക്കൾ പറയുന്നത് 4 തരത്തിലുള്ള ശൈവങ്ങളുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശുദ്ധ ശൈവമാണെന്നും അതുകൊണ്ട് ശുദ്ധ ശൈവത്തെക്കുറിച്ച് മാത്രം നാം മനസ്സിലാക്കിയാൽ മതിയെന്നും പറയുന്നുണ്ട്. അപ്പോൾ ശുദ്ധ ശൈവമാണ് ഈ 4 ശൈവ വിഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മറ്റ് ശൈവ ഭാഗങ്ങളെക്കുറിച്ചെല്ലാം മനസ്സിലാക്കിയത് തന്നെ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ നമുക്കതിലേക്ക് കിടക്കാം. ഇതാ, ഊരും ഈ കാണും ജഗത്തൊക്കെയും ചമയ്ക്കുന്ന ജ്ഞാനസ്വരൂപൻ തൻ്റെ മഹാത്മ്യം പറഞ്ഞീടിൽ മേരുവും ഭുവനത്രയങ്ങളും പൃഥ്വിയും 4 മട്ടായി ലസിക്കും ശൈവതത്വങ്ങൾക്കൊപ്പം. ഈ 4 തരത്തിലുള്ള ശൈവ വിഭാഗങ്ങൾ ഏതൊക്കെ? ശുദ്ധ ശൈവം, അശുദ്ധ ശൈവം, ശുദ്ധാശുദ്ധ ശൈവം, അതിശുദ്ധ ശൈവം എന്ന ഈ 4 വിഭാഗങ്ങളും ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ശുദ്ധ ശൈവത്തിൽ പെടും. നോക്കൂ, ഊരും ഈ കാണും ജഗത്തൊക്കെയും ചമയ്ക്കുന്ന ജ്ഞാനസ്വരൂപൻ, ഈ ഭൂമിയെയും ഈ ലോകങ്ങളെയും എല്ലാം സൃഷ്ടിക്കുന്ന ജ്ഞാനസ്വരൂപനായ ഭഗവാൻ ശിവൻ്റെ മഹാത്മ്യം പറഞ്ഞീടിൽ മേരുവും ഭുവനത്രയങ്ങളും പൃഥ്വിയും 4 മട്ടായി ലസിക്കും ശൈവത്തിനൊപ്പം. അപ്പോൾ ഈ 4 തരത്തിലുള്ള ശൈവങ്ങളാണ് ഈ പ്രപഞ്ചങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഭഗവാൻ ശിവൻ സൃഷ്ടിച്ച മേരുവും ഭുവനത്രയങ്ങളും പൃഥ്വിയും, ഈ പരമലോകങ്ങളെല്ലാം, ഈ മേരുക്കളെല്ലാം ഏതിലടങ്ങുന്നു? ശൈവത്തിൽ, ശുദ്ധ ശൈവത്തിലടങ്ങുന്നു. ശൈവതത്വങ്ങൾക്ക് അപ്പുറം യാതൊന്നുമില്ല. ഇതാണ് ഇവിടെ തിരുമൂലദേവൻ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഇത് തന്നെയാണ്. അതായത് ശൈവമല്ലാതെ മറ്റൊന്നും ഇല്ല. അപ്പോൾ ശൈവം എന്നതിന് തിരുമൂലദേവൻ വളരെ വിപുലമായ അർത്ഥമാണ് കൊടുക്കുന്നത്. അത് ശുദ്ധ ശൈവം എന്ന് പറഞ്ഞാൽ ശുദ്ധ ബ്രഹ്മം തന്നെയാണ്. ഈ ബ്രഹ്മത്തെയാണ് ശൈവം എന്ന് തിരുമൂലദേവൻ ഇവിടെ വിളിക്കുന്നത്. അപ്പോൾ വേദങ്ങളെ ഇവിടെ ആഗമങ്ങളുമായി സന്ധിപ്പിക്കുന്ന ഒരു വലിയ സംഗമ ഭൂമി കൂടിയാണ് ഈ 5-ാം തന്ത്രം. അപ്പോൾ ജ്ഞാനസ്വരൂപനായ ശിവൻ സൃഷ്ടിച്ച ഈ ഭുവനത്രയങ്ങളും അതേപോലെ തന്നെ പൃഥ്വിയും ഭൂമിയും മേരുക്കളും എല്ലാം തന്നെ സാക്ഷാൽ ശിവൻ്റെ വിഭൂതി തന്നെയാണ്. ശിവൻ്റെ വിഭൂതി എന്ന് മാത്രമല്ല, സാക്ഷാൽ ശിവൻ തന്നെയാണ്. അതിനെയാണ് ശുദ്ധ ശൈവം എന്ന് പറയുന്നത്. 4 തരത്തിലുള്ള ശൈവവും ശുദ്ധ ശൈവത്തിൽ അടങ്ങുന്നു. ഇനി അടുത്ത ഭാഗം. സത്തോട് അസത്തും സത്തിനെയും താൻ കണ്ട് ചിത്തോട് ചിത്തം തനിക്കില്ലാത്ത നിലയിലായി ശുദ്ധം തനിക്ക് അശുദ്ധം രണ്ടും രണ്ടായിടാതെ നിത്യവും ശിവപദത്തിൽ ശൈവസിദ്ധാന്തി വാഴും. ഒരു ശൈവസിദ്ധാന്തിക്ക് തരതമ ഭേദങ്ങളോ ജാതി ചിന്തകളോ വ്യത്യാസങ്ങളോ ഒന്നുമില്ല. എല്ലാം ശിവമാണ്. സകലതും ശിവമാണ്. ദുഃഖവും സന്തോഷവും നേട്ടവും കോട്ടവും വേദനയും എല്ലാം തന്നെ ഭഗവാൻ ശിവനാണ്. സത്തും അസത്തും ശിവൻ തന്നെ. സത്തായിട്ടുള്ളതും
അസത്തായിട്ടുള്ളതും. സത്തെന്ന് വെച്ചാൽ ബ്രഹ്മം. ആ സത്തായിട്ടുള്ള ബ്രഹ്മവും അസത്തായിട്ടുള്ള ജഡവും രണ്ടും ശിവനാണ്. അതാണ് ശൈവസിദ്ധാന്തിയുടെ നിലപാട്. പിന്നെയോ സത്ത് അസത്ത്, അസത്തും സത്തും, സത്തായിട്ടുള്ളത് അതായത് ബ്രഹ്മം, എന്നുമെന്നും നിലനിൽക്കുന്ന ശാശ്വതമായ സത്യം. അസത്ത്, സത്തല്ലാത്തത്, അതും രണ്ടും ശിവൻ തന്നെ. ചിത്തോടും അജിത്തും, ചിത്തും അജിത്തവും, അജിത്തും ഭഗവാൻ ശിവൻ തന്നെയാണ്. പിന്നെ തനിക്കില്ലാത്ത നിലയിലായി ശുദ്ധം തനിക്ക് അശുദ്ധൻ രണ്ടും ഇടാതെ ഒന്നായി നിൽക്കും. അപ്പോൾ ശുദ്ധ ശൈവവും അശുദ്ധ ശൈവവും ശൈവത്തിൽ തന്നെ പെടും. അപ്പോൾ ശുദ്ധാശുദ്ധങ്ങളൊന്നും തന്നെ ശിവജ്ഞാനിക്കില്ല. നിത്യവും ശിവപദത്തിൽ ശൈവസിദ്ധാന്തി വാഴും. നിത്യവും എല്ലായ്പ്പോഴും ഒരു ശൈവസിദ്ധാന്തി എവിടെയാണ് വാഴുന്നത്? ശിവപാദത്തിലാണ് വാഴുന്നത്. അതാണ് ശുദ്ധ ശൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 24 മണിക്കൂറും ശിവപാദത്തിൽ തന്നെയാണ് ഒരു ശൈവസിദ്ധാന്തി വാഴുന്നത്. ശൈവസിദ്ധാന്തിയെ സംബന്ധിച്ചിടത്തോളം ശിവനല്ലാതെ മറ്റൊന്നും തന്നെയില്ല. വളരെ ഗംഭീരമായൊരു ഭാഗമാണത്. ശൈവസിദ്ധാന്തി എപ്പോഴും ശിവപാദത്തിൽ മുഴുകി, ശിവചിന്തയിൽ മുഴുകി, ശിവജീവിതത്തിൽ മുഴുകി, ശിവനായിക്കൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. അപ്പോൾ അയാളുടെ ഏത് നിമിഷവും ശിവപൂജയാണ്, ഏത് നിമിഷവും ശിവകർമ്മമാണ്, ഏത് നിമിഷവും ശിവധർമ്മമാണ്. ശിവധർമ്മമല്ലാതെ, ശിവകർമ്മമല്ലാതെ, ശിവധ്യാനമല്ലാതെ, ശിവയോഗമല്ലാതെ ഒന്നും തന്നെ ശിവയോഗിക്കില്ല. അയാൾ ചെയ്യുന്ന യോഗം എവിടേക്ക് അയാളെ നയിക്കുന്നു? യോഗം ശരിക്കും ജ്ഞാനത്തിലേക്ക് നയിക്കുന്നു. ഒരു ശിവയോഗി യോഗം ചെയ്യുമ്പോൾ ആ യോഗം അദ്ദേഹത്തെ ശിവജ്ഞാനിയാക്കി മാറ്റുന്നു. ശിവജ്ഞാനം ശിവൻ തന്നെയായി മാറുന്നു. ഇതാണ് ഒരു ശൈവസിദ്ധാന്തിയുടെ അവസ്ഥ. അപ്പോൾ അയാളുടെ ഭക്തിയും അയാളുടെ യോഗവും അയാളുടെ സാധനയും എല്ലാം തന്നെ ശിവനായിക്കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ്. ശിവൻ തന്നെയായി അയാൾ പരിണമിക്കുകയും ചെയ്യും. ശിവോഹം എന്ന അവസ്ഥയിൽ ഒരു ശൈവസിദ്ധാന്തി എപ്പോഴും ജീവിക്കുന്നു. ശിവോഹം എന്നല്ലാതെ മറ്റൊരു അവസ്ഥ അയാൾക്കില്ല. നോക്കൂ, നിത്യം പഠിച്ചിടേണ്ട ശാസ്ത്രം പഠിച്ച് ബോധം സിദ്ധിച്ച് ശിവയോഗം ത്വം പദപ്രാപ്തിയോടെ ദോഷങ്ങൾ മൂന്നും മാറിയും ഉന്നതം തത് പദത്തെ ഘോഷിച്ച് നിൽക്കുന്നല്ല ശൈവസിദ്ധാന്തിയോർക്കോ. ശൈവസിദ്ധാന്തി എപ്പോഴും നിത്യം പഠിച്ചിടേണ്ട ശാസ്ത്രം പഠിച്ച് ഈ ശാസ്ത്രങ്ങളെല്ലാം പഠിക്കുന്നു. അപ്പോൾ ഒരു ശൈവസിദ്ധാന്തി ആദ്യം ചെയ്യുന്നത് ഈ അഭ്യാസമാണ്, ശാസ്ത്ര അഭ്യാസമാണ്. ശാസ്ത്ര അഭ്യാസത്തിലൂടെ ബോധം സിദ്ധിക്കുന്നു, അയാളുടെ ബോധം തെളിയുന്നു, ശിവബോധം തെളിയുന്നു. അപ്പോൾ ശാസ്ത്രബോധത്തിലൂടെ ശിവബോധത്തിലേക്ക് എത്തുന്നു, ശിവബോധത്തിലൂടെ ശിവയോഗത്തിലേക്ക് എത്തുന്നു, ശിവയോഗത്തിലൂടെ ത്വം പരമപ്രാപ്തിയിലേക്ക് എത്തുന്നു. അതാണ് ഒരു ശൈവസിദ്ധാന്തിയുടെ കൽപ്പടവുകൾ. നോക്കൂ, വളരെ പ്രധാനപ്പെട്ടതാണ്. നിത്യം പഠിച്ചിടേണ്ട ശാസ്ത്രം, അങ്ങനെ ശാസ്ത്രജ്ഞാനം, ശിവശാസ്ത്രബോധം അദ്ദേഹം നേടുന്നു. തിരുമന്ദിരം പോലെയുള്ള കൃതികൾ പഠിച്ച് ഈ ശിവയോഗി ശൈവസിദ്ധാന്തത്തിൻ്റെ കാതൽ എന്താണെന്ന് ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കുന്നു. അങ്ങനെ ശൈവസിദ്ധാന്തത്തിൻ്റെ കാതൽ എന്തെന്ന് മനസ്സിലാക്കിയ ശിവയോഗിയുടെ ബോധം തെളിയുന്നു, ആ ബോധം പ്രകാശിക്കുന്നു. മറഞ്ഞു കിടക്കുന്ന ബോധം പ്രകാശമാനായി മായനമായി ശിവബോധമായി തീരുന്നു. പിന്നെയോ അയാൾ ശിവയോഗത്തിലേക്ക് കിടക്കുന്നു. ഏതാണ് യോഗസാധന? അപ്പോൾ ആദ്യം അഭ്യാസം, അത് കഴിഞ്ഞിട്ട് ബോധം തെളിയുന്ന അവസ്ഥ,
അത് കഴിഞ്ഞിട്ട് ശിവയോഗം പ്രാപിക്കുന്ന അവസ്ഥ, അത് കഴിഞ്ഞിട്ട് ത്വംപദപ്രാപ്തി നേടുന്നു, ശിവപദം നേടുന്നു, ശിവനായിത്തീരുന്നു. ഇതാണ് ഒരു ശൈവസിദ്ധാന്തിയുടെ ചവിട്ടുപടികൾ. അപ്പോൾ ആദ്യം ഒരു ശിവയോഗി ചെയ്യേണ്ടത് ശാസ്ത്രങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ശാസ്ത്രങ്ങൾ പഠിക്കുന്നത്? അയാളുടെ മറഞ്ഞു കിടക്കുന്ന ബോധത്തെ തെളിയിച്ച് പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ബോധം തെളിയുമ്പോൾ അയാൾ ഏത് മാർഗം സ്വീകരിക്കുന്നു? ശിവമാർഗം, ശിവയോഗം സ്വീകരിക്കുന്നു. ശിവയോഗത്തിലൂടെ നീണ്ട നാൾ കടക്കുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ ത്വംപദപ്രാപ്തി, ശിവപദപ്രാപ്തി ആ സാധകന് ലഭിക്കുന്നു. അപ്പോൾ സാധന എന്നുള്ളത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ശരിക്കും അത് അസിധാരാവൃതം എന്നാണ് വേദങ്ങൾ പറയുന്നത്. അസിധാരാവൃതം എന്ന് വെച്ചാൽ വാൾത്തലപ്പിലൂടെയുള്ള യാത്ര. വളരെ ലളിതമാണ് എന്ന് കരുതണ്ട. ഈ അഭ്യാസക്രമങ്ങളെല്ലാം വാൾത്തലപ്പിലൂടെ യാത്രയാണ്. ആ യാത്രയിൽ വിജയിച്ച ഒരാൾക്ക് മാത്രമേ ശിവപദപ്രാപ്തി ലഭിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ദോഷങ്ങളെല്ലാം മാറി ഉന്നതം തത്പദത്തെ ഘോഷിച്ചു നിൽക്കും, നല്ല ശൈവസിദ്ധാന്തിയായി തീരും. അപ്പോൾ നല്ല ശൈവസിദ്ധാന്തി എപ്പോഴും ഈ ദോഷങ്ങളെയെല്ലാം, ജീവിതത്തിൻ്റെ എല്ലാ ദോഷമുഖങ്ങളെയും ഇല്ലാതാക്കി, അയാൾ അസത്തിനെ മുഴുവൻ ഇല്ലാതാക്കി സത്തായി തീർന്നിട്ട് തത്പദത്തെ പ്രാപിച്ചു നിൽക്കും. തത്പദം ശിവപദം. ആ ശിവപദത്തെ പ്രാപിച്ചു നിൽക്കും. ഇങ്ങനെയുള്ള ആളാണ് ശൈവസിദ്ധാന്തി. ഇതല്ലാതെ മറ്റൊരു തരത്തിലും ശൈവസിദ്ധാന്തിയെ നമുക്ക് കാണാൻ കഴിയില്ല. വേദാന്തം സംസ്കരിച്ചെടുത്ത സിദ്ധാന്തം കാട്ടും നാദാന്തം കണ്ടുവെന്ന് ഓർ സത്യത്തെ ദർശിച്ചിടും ജനിമൃതി പിഴ അകന്ന് ബോധം കടന്നു നിന്ന് നാദാന്തപൂർണമായി ജ്ഞാനജ്ഞേയങ്ങളാകും. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയണം. ജനിമൃതി പിഴകൾ അകലുന്നു. ഇപ്പോൾ ബോധം തെളിഞ്ഞു വരുമ്പോൾ അതെങ്ങനെയാണ്? വേദാന്തം സംസ്കരിച്ചെടുത്ത സിദ്ധാന്തം പഠിക്കുമ്പോൾ. വേദാന്തം, വേദത്തിൻ്റെ അന്തം, അതായത് വേദത്തിൻ്റെ അന്തം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പറയുന്ന ഉപനിഷത്തുകളാണ്. ഈ ഉപനിഷത്തുകളുടെയും അന്തമാണ്, ആ ഉപനിഷത്തുകളെ സംസ്കരിച്ചെടുത്ത സിദ്ധാന്തമാണ് ശൈവസിദ്ധാന്തം. അപ്പോൾ തിരുമൂലദേവൻ ഇവിടെ പറയുന്നു, നോക്കൂ, എന്താണ് ശൈവസിദ്ധാന്തം? ഉപനിഷത്തുകളെ സംസ്കരിച്ചെടുത്ത സിദ്ധാന്തമാണ് ശൈവസിദ്ധാന്തം. അപ്പോൾ ഉപനിഷത്തുകളാകുന്ന ആ മഹാസാഗരത്തെ കടഞ്ഞെടുത്ത അമൃതാണ് ശൈവസിദ്ധാന്തം. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? നാദാന്തത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. നാദത്തിൻ്റെ വേദാന്തത്തിൽ നിന്ന് നാദാന്തത്തിലേക്ക് എത്താൻ പറ്റും. നാദത്തിൻ്റെയും അന്തം, അതായത് സാക്ഷാൽ ശിവത്വം, ആ ശിവത്വത്തിലേക്ക്, നാദാന്തത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ബിന്ദുനാദം, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ശൈവസിദ്ധാന്തത്തിലെ രണ്ട് ഘടകങ്ങളാണ് ബിന്ദുവും നാദവും. ആ നാദത്തിൻ്റെ അന്തമായ, അതായത് പ്രണവത്തിൻ്റെ അന്തമായ അകാര ഉകാര മകാരങ്ങൾക്കും അപ്പുറമുള്ള നാദാന്തം, അതിനെ വേദാന്തം പറയുന്നത് അമാത്രാമാത്ര എന്നാണ്. മാത്രയില്ലാത്ത മാത്ര. അതാണ് 3 മഹാ അക്ഷരങ്ങൾക്കും അപ്പുറമുള്ള 4ാമത്തെ അവസ്ഥ, അതായത് തുരീയാതീതമായ അവസ്ഥ. അതാണ് നാദാന്തം. അതോടെ സത്യത്തെ ദർശിച്ചിടും. സത്യത്തെ, ശിവനെ ദർശിക്കാൻ കഴിയും. ജനിമൃതി പിഴ അകന്ന് ബോധം കടന്നു. അങ്ങനെ ജനിമൃതികളെല്ലാം കടന്ന് ബോധത്തിനും അപ്പുറമുള്ള ബോധത്തിലേക്ക് എത്തി, അതായത് നാദാന്തത്തിലേക്കെത്തി പൂർണ്ണരായ ഈ സിദ്ധാന്തികൾ
യോഗത്തിനും അപ്പുറമുള്ള നാദാന്ത നിലയിലേക്ക് പൂർണ്ണതയിൽ എത്തിച്ചേരുന്നു. ഇതാണ് ഒരു ശൈവ സിദ്ധാന്തിയുടെ ചവിട്ടുപടികൾ. നോക്കൂ, വേദാന്തം സംസ്കരിച്ചെടുത്ത, അതായത് ഉപനിഷത്തുകളാകുന്ന മഹാസമുദ്രം കടന്നെടുത്ത അമൃതാണ് ശൈവ സിദ്ധാന്തം. അത് നാദാന്തത്തിലേക്ക്, പരമസാക്ഷാത്കാരത്തിലേക്ക്, പരമശിവത്വത്തിലേക്ക്, ശിവശക്തി മേളനത്തിലേക്ക് അത് നമ്മെ കൊണ്ട് എത്തിക്കും. ഇതാണ് ഒരു ശൈവ സിദ്ധാന്തിയുടെ ജ്ഞാനവിശേഷങ്ങൾ. ഇതാണ് ശുദ്ധ ശൈവം എന്ന് പറയുന്നത്. ഈ ശുദ്ധ ശൈവത്തെ തന്നെയാണ് ഭഗവത്ഗീതയിൽ പുരുഷോത്തമ യോഗത്തിൽ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. ഇതാ നോക്കൂ, ഇത് ഞാൻ വായിക്കാം. പുരുഷോത്തമ യോഗത്തിലെ 4-ാമത്തെ പദ്യമാണ്. തതഃ പദം തത് പരിമാർഗിത്വവും യസ്മിൻ ഗദാനാ നിവർത്തന്തി ഭൂയാം തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യതഃ പ്രവൃത്തി പ്രസ്യാത പുരാണി. ഇതാണ് ഗീതാചാര്യൻ പറയുന്ന പുരുഷോത്തമ യോഗം, ഏറ്റവും പ്രധാനപ്പെട്ട പുരുഷോത്തമ യോഗം. ഇത് തന്നെയാണ് നാദാന്തം. ഇത് ഭഗവാൻ ജ്ഞാനേശ്വരി വിശദീകരിക്കുന്നുണ്ട്. നമുക്കതിലേക്ക് കിടക്കാം. അതിനുശേഷം, അതായത് ഈ യോഗജ്ഞാനാവസ്ഥകൾക്കെല്ലാം ശേഷം ഏത് സ്ഥാനത്തെ പ്രാപിച്ചവർ പിന്നെയും സംസാരത്തിലേക്ക് തിരികെ വരുന്നില്ലയോ? ഏത് സ്ഥാനം? അത് നാദാന്ത സ്ഥാനം. ആ നാദാന്ത സ്ഥാനത്തെ പ്രാപിച്ചവർ പിന്നെയും സംസാരത്തിലേക്ക് തിരികെ വരുന്നില്ലയോ? ആ സ്ഥാനം അന്വേഷിക്കേണ്ടതാണ്. ഏതിൽ നിന്നാണോ സംസാരത്തിൻ്റെ ചിരന്തനമായ പ്രവാഹം പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ആ ആദിപുരുഷനെ തന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ആദിപുരുഷനാരാ? ശിവൻ. ആ ശിവനെ തന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. നോക്കൂ, അതിനുശേഷം ഇതെന്നോ അതെന്നോ ഉള്ള ഭാവത്തെ ഇല്ലാതാക്കുന്ന ആത്മസ്വരൂപ തത്വത്തെ തന്നിൽ തന്നെ കണ്ടെത്തണം. അതോടെ അഹംഭാവം നശിക്കുന്നു, അത് വൃത്തിശൂന്യമാകുന്നു. എന്നാൽ കണ്ണാടിയിൽ കാണുന്ന മുഖം രണ്ടാമതൊന്നായി കാണുന്ന മൂഢന്മാരെ പോലെ ദ്വൈതഭാവത്തെ വളർത്തുന്നതിന് സഹായമായിത്തീരുന്ന മൂഢതയൊന്നും നീ കാണിക്കരുത്. അർജുനന് കൊടുക്കുന്ന ഉപദേശമാണ്, നീ ദ്വൈതത്തിലേക്ക് വീണ് കിടക്കരുതെന്ന് പറയണം. നിറഞ്ഞ കിണറിൻ്റെ അടിഭാഗത്തുള്ള നീരുറവയാണ് നീ കാണേണ്ടത്. ഘടം ഉടയുമ്പോൾ കടാകാശം മഹാകാശമായി തീരുന്നുവെന്ന് നീ മനസ്സിലാക്കണം. വിറക് എരിഞ്ഞു കഴിഞ്ഞാലും അഗ്നി അതിൻ്റെ മൂലരൂപത്തിൽ എത്തിച്ചേരുന്നുവെന്നുള്ള വസ്തുതയെപ്പറ്റി നീ ബോധവാനായിരിക്കണം. ജലത്തിൽ കാണുന്ന സൂര്യൻ്റെ പ്രതിബിംബം ജലം വറ്റിക്കഴിയുമ്പോഴും സൂര്യമണ്ഡലത്തിൽ നിലനിൽക്കുന്നുവെന്ന് നീ അറിഞ്ഞിരിക്കണം. ഈ വിധത്തിലാണ് നിന്നിൽ തന്നെ നിലനിൽക്കുന്ന നിൻ്റെ ആത്മതത്വത്തെ നീ ദർശിക്കേണ്ടത്. കണ്ണ് അതിൻ്റെ സ്വന്തം കൃഷ്ണമണി കാണുന്നത് പോലെ, നാവ് അതിൻ്റെ സ്വാദനം സ്വയം അറിയുന്നത് പോലെ നീ നിൻ്റെ ആത്മാവിനെ കണ്ടറിയണം. തേജസ് തേജസ്സിൽ ആവാഹിക്കുന്നത് പോലെയോ, ആകാശം ആകാശത്തിൽ തെറുത്ത് വച്ചിരിക്കുന്നത് പോലെയോ, ജലം ജലത്തെ ഉൾക്കൊള്ളുന്നത് പോലെയോ നീ നിൻ്റെ ആത്മാവിൻ്റെ അദ്വൈതഭാവം അനുഭവിച്ചറിയണം. ഈ സത്യം ഉത്തമ ബോധ്യത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ടാണ് ഞാൻ നിന്നെ അറിയിക്കുന്നത്. കാണാതെ തന്നെ കാണാൻ കഴിയുന്നതും അറിയാതെ തന്നെ അറിയാൻ കഴിയുന്നതുമാണ് ആദിപുരുഷനായ പരമ്പൊരുൾ. കണ്ടോ, അത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണത്. കാണാതെ തന്നെ കാണാൻ കഴിയുന്നത്, അറിയാതെ തന്നെ അറിയാൻ കഴിയുന്നതുമാണ് ആദിപുരുഷനായ പരമപുരുഷൻ. ഈ പരമപുരുഷൻ തന്നെയാണ് ശൈവം, ശുദ്ധ ശൈവം എന്ന് ശൈവ സിദ്ധാന്തികൾ പറയുന്നത്. അപ്പോൾ വേദത്തെയും ആഗമത്തെയും ഇവിടെ സമന്വയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്.
ഓം ശിവായ തിരുമൂലർ ദേവായ നമഃ.